കാറിൽ പോവുകയായിരുന്ന ഭാര്യയെ തീ കൊളുത്തി ഭർത്താവ് കൊന്നിരിക്കുന്നു. സംശയരോഗമാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകത്തിന് പ്രകോപനമായി ഉണ്ടായിരുന്നത്. ഈ പ്രതി പത്മകുമാറിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ കുട്ടിയം സ്വദേശി അനില മാരുതി അൾട്ടോ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. ഈ കാറിനെ ഭർത്താവ് പത്മകുമാർ പിന്നാലെ ഒരു ഒമ്നി കാറിൽ പിന്തുടർന്നെത്തി. പിന്നീട് ആളും തരവും നോക്കി കൃത്യമായ ഒരു സമയത്ത് ഈ അൾട്ടോ കാറിലേക്ക് ഇടിച്ചു കയറ്റുന്നു. അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് തന്നെ ഇടിച്ചു കയറ്റുകയാണ്. അതായത് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുകയായിരുന്ന കൊല്ലപ്പെട്ട അനില ഒരു വിധത്തിലും പുറത്തിറങ്ങരുതെന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെ ഇങ്ങനെ കാർ ഇടിച്ചുകൊണ്ടൊരു ലോക്കുണ്ടാക്കി. ലോക്കിട്ടതിന് ശേഷം പിന്നീട് ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തുടക്കത്തിൽ അത്യാവശ്യം വാഹനങ്ങൾ പോകുന്ന റോഡാണ്, ആളുകൾ ഉണ്ടായിരുന്ന റോഡാണ്. തുടക്കത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ ആളുകൾ സ്തംഭിച്ചു പോയ സമയം നിമിഷ നേരങ്ങൾ കൊണ്ട് കാറിൽ കൊളുത്തിയ തീ കൊണ്ട് കാറടക്കം കത്തുകയായിരുന്നു. ഇത്തരത്തിൽ അങ്ങേയറ്റം ക്രൂരമായ എന്നാൽ അതീവ ആസൂത്രിതമായ ഒരു കൊലപാതകത്തിന്റെ വിശദാംശമാണ് കൊല്ലം ചെമ്മാമുക്കിൽ നിന്ന് വരുന്നത്. തൽക്ഷണം തന്നെ അനില മരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആർക്കും രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ടിറങ്ങാൻ പോലും സമയം ലഭിച്ചില്ല. നേരത്തെ ഒരു ദൃക്സാക്ഷി പറഞ്ഞതുപോലെ കാറിനടുത്തേക്ക് പോയപ്പോൾ തന്നെ കാർ 3 തവണ പൊട്ടിത്തെറിക്കുകയുണ്ടായി. കാരണം കാറിനകത്തും പെട്രോൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് ഉള്ളിൽ തന്നെ സ്പാർക്കുകൾ പലതവണ ഉണ്ടായി കാണും. ഇത്തരത്തിൽ അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകം. കാറിൽ മറ്റൊരാൾ കൂടി ഉണ്ടെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഇയാൾക്കും വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എ വി ജയശങ്കർ കൊല്ലത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. ജയശങ്കർ, ഇപ്പോൾ പ്രതിയുടെ ദൃശ്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ വരുന്നു, സ്വീകരണമില്ല. എന്തായാലും പത്മകുമാറിന്റെ അതീവ ആസൂത്രിതമായ ഒരു കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് തന്നെയല്ലേ പോലീസ് എത്തുന്നത്? ഈ സ്ഥലവും ഈ കൃത്യം ഇന്ന് മുഴുവനായി അദ്ദേഹം ആ പ്രതി പ്ലാൻ ചെയ്തതാണോ, അതോ പെട്ടെന്നൊരു പ്രകോപനത്തിന് പുറത്ത് ഉണ്ടായ ഒരു കൊലപാതകമാണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ? ഈ കാറിൽ ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന സോണി എന്ന സുഹൃത്തുണ്ടായിരുന്നു മനസ്സിലാക്കുന്നു. ഇയാളുടെ പൊള്ളൽ എത്തരത്തിലുള്ളതാണ്? അത് ഗുരുതരമായിട്ടുള്ളതാണോ? ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ജയശങ്കർ? അതായത് സുഹേൽ, ഈ പ്രതി പത്മകുമാറിനെ നിലവിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം കൃത്യമായി ആസൂത്രണം നടത്തി വലിയ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു കൃത്യത്തിന് ഇറങ്ങിയതെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാഹനത്തിന്റെ ഈ പെൺകുട്ടി സഞ്ചരിച്ച വാഹനത്തിന്റെ അനില സഞ്ചരിച്ച വാഹനത്തിന്റെ ഡോറിന് കുറുകിയാണ് ഈ ഒമിനി വാൻ ഇടിച്ചു നിർത്തിയത്. ഇതിൽ നിന്ന് തന്നെ ഇത് കൃത്യമായ ഒരു ആസൂത്രണമെന്ന് പോലീസ് വിലയിരുത്തുന്നു. അതിനുശേഷമാണ് കയ്യിൽ വാങ്ങിച്ച പെട്രോൾ ഒഴിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് ഇയാൾ പത്മകുമാർ കടന്നത്. ഇതിൽ നിന്നെല്ലാം തന്നെ പോലീസ് അനുമാനിക്കുന്നത് കൃത്യമായ ആസൂത്രണം നടത്തി കൃത്യമായ ഒരു വൈരാഗ്യം ഈ ഒരു കൃത്യത്തിന് പിന്നിലുണ്ടായിരുന്നു. കൊല്ലുക എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. പക്ഷേ ഇത് ഭാര്യ അനിലയാണോ എന്ന കാര്യത്തിലാണ് പോലീസിന് ഇപ്പോൾ ഒരു സംശയമുള്ളത്. ഇയാൾ ലക്ഷ്യം വെച്ചത് മറ്റൊരാളെയായിരുന്നു എന്ന് പോലീസ് സംശയിക്കുന്നു. കാരണം ഈ വാഹനത്തിൽ 3 പേരുണ്ടായിരുന്നു. ഈ അനിലയുടെ സുഹൃത്ത് ഒപ്പമുണ്ടായിരുന്നു. ഈ ഒരു സുഹൃത്തിനാണ് പൊള്ളലേറ്റത്. ഇവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരാളെ സംബന്ധിച്ച വിവരങ്ങൾ നിലവിൽ നമുക്ക് ലഭ്യമല്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളെ കൊലപ്പെടുത്താനുള്ള ശ്രമം, ഈ ആളാണ് വാഹനം ഓടിച്ചെന്ന് തെറ്റിദ്ധരിച്ചാണോ ഇത്തരത്തിൽ ഒരു കൃത്യം നടത്തിയതെന്നുള്ള സംശയം പോലീസിന് നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ പ്രാഥമികമായി ലഭിക്കുന്ന ചില വിവരങ്ങളാണ്. ഇതൊന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുമില്ല. പക്ഷേ പോലീസ് ഇത്തരം പല ആംഗിളുകളിൽ നിന്നുകൊണ്ട് ഈ കേസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇയാൾക്ക് ഏറെ നാളായി ഈ ഭാര്യ അനിലയെ വലിയ തോതിലുള്ള സംശയമായിരുന്നു. അനിലയ്ക്ക് പരപുരുഷ ബന്ധമുണ്ട് എന്നൊരു സംശയമാണ്. നമ്മൾ അത്തരത്തിൽ തന്നെ പോലീസ് അത്തരമൊരു വാക്കാണ് നമ്മോട് ഉപയോഗിച്ചത്. അത്തരത്തിലൊരു സംശയത്തിന്റെ പുറത്ത് വലിയ തോതിൽ ഭാര്യയുമായി ഇയാൾ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. അത്തരമൊരു തർക്കമാണ് കൊലപാതകത്തിലേക്ക്, ഇത്തരമൊരു ക്രൂര കൃത്യത്തിലേക്ക് നയിച്ചത്. അപ്പോഴും ഇയാളുടെ ഇര ഭാര്യയാണോ അതോ മറ്റാരെങ്കിലും ആണോ, ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റാരെങ്കിലും ആണോ എന്നത് തന്നെയാണ് പോലീസിന്റെ വലിയ സംശയം. അതുകൊണ്ട് തന്നെ അതിന് ഈ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യണം, ഇയാളുടെ മൊഴി കൃത്യമായി എടുക്കണം. അതിനുശേഷമായിരിക്കും പോലീസ് മറ്റ് പരിശോധനകളിലേക്ക് കടക്കുക. ഇയാളുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കും. ഒപ്പം ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച പെട്രോൾ അത് എവിടെ നിന്ന് ശേഖരിച്ചു, മറ്റാരെങ്കിലും ഈ ഒരു ക്രൂര കൃത്യം നടത്താൻ ഇദ്ദേഹത്തെ സഹായിച്ചോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് പരിശോധിക്കും. ഈ വാഹനം ഇദ്ദേഹത്തിൻ്റെത് തന്നെയാണോ അതോ മറ്റാരുടെയെങ്കിലും വാഹനം വാടകയ്ക്കെടുത്താണോ ഈ കൃത്യം നടത്താൻ ഇറങ്ങിയത്? ഈ കൃത്യം നടത്തിയതിനു ശേഷം ഇദ്ദേഹത്തിന്റെ പദ്ധതികൾ എന്തായിരുന്നു? ഏത് തരത്തിലുള്ള ആസൂത്രണം, ഗൂഢാലോചനയിൽ ആർക്കെങ്കിലും പങ്കുണ്ടായിരുന്നോ? എപ്പോൾ എവിടെ വെച്ച് ഗൂഢാലോചന നടത്തു? എന്ത് പ്രേരണയുടെ പുറത്താണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത്? ഇത്തരം ഒരു ക്രൂര കൃത്യം
നടത്തിയത് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളാണ് പോലീസിന് മുന്നിലുള്ളത്. ഇതെല്ലാം തന്നെ ഈസ്റ്റ് പോലീസ് തുടരന്വേഷണത്തിലായിരിക്കും കണ്ടെത്തുക. നിലവിൽ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട പത്മകുമാറിനെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിക്രൂര കൊലപാതകത്തിനാണ് കൊല്ലം നഗരം ഇന്ന് ഈ രാത്രിയിൽ സാക്ഷ്യം വഹിച്ചത്. 9 മണിയോടുകൂടിയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള നഗരഹൃദയത്തിൽ വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡിൽ ഇത്തരത്തിൽ ഭാര്യ സഞ്ചരിച്ചിരുന്ന ആൾട്ടോ കാറിനെ പിന്തുടർന്ന ഇത്തരത്തിൽ പെട്രോൾ ഒഴിച്ച് അതിക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് പ്രതി പത്മകുമാർ കടന്നത്. ഈ വാഹനം ആദ്യഘട്ടത്തിൽ കത്തുമ്പോൾ ആളുകൾ കരുതിയിരുന്നത് സ്വതവേ റോഡ് സൈഡുകളിൽ ഇത്തരത്തിൽ വാഹനം കത്തുന്ന വലിയ അപകടങ്ങൾ ഉണ്ടാകും, അത്തരം എന്തെങ്കിലും വിഷയമായിരിക്കുമെന്നാണ് ആദ്യം ആളുകൾ കരുതിയത്. പിന്നാലെയാണ് ഈ വാഹനത്തിൽ നിന്ന് ശബ്ദം ഉണ്ടാകും, ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നു, വാഹനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടുന്നത് കാണുന്നു. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഈ വഴി വന്ന ആളുകളും ഒപ്പം നാട്ടുകാരും അങ്ങോട്ടെത്തിയത്. പിന്നാലെ ഫയർഫോഴ്സ് എത്തി ഈ വാഹനത്തിന്റെ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അത്തരത്തിൽ നമ്മൾ ദൃശ്യങ്ങൾ തന്നെ നമ്മൾ കണ്ടതാണ്. ഈ വാഹനം പൂർണ്ണമായി കത്തിയെരിഞ്ഞു. ഒരാളെ കൊലപ്പെടുത്താൻ മാത്രം ശേഷിയിൽ ഈ വാഹനത്തിലേക്ക് പെട്രോൾ ഒഴിച്ചു എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ദൃശ്യങ്ങളിൽ നിന്നും അക്കാര്യങ്ങൾ വ്യക്തമാണ്. അത്തരത്തിൽ അതിഗൂഢമായി പ്ലാൻ ചെയ്ത് ക്രൂരമായി നടത്തിയ ഒരു കൊലപാതകം എന്നത് പ്രാഥമികമായി തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മോട്ടീവിലേക്കാണ് കിടക്കേണ്ടത്. ആ മോട്ടീവ് കണ്ടെത്തണമെങ്കിൽ പോലീസിന് അന്വേഷിക്കാനുള്ള ഒരു സമയം നൽകണം. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിൽ ഇതിന്റെ മോട്ടീവ് എന്താണെന്നത് കണ്ടെത്തേണ്ടതുണ്ട്. ആ മോട്ടീവിൽ തന്നെയായിരിക്കും ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കൃത്യമായ ഒരു കാരണത്തിലേക്ക് എത്താൻ സാധിക്കും. എന്തായാലും പോലീസിന്റെ വിശദമായ അന്വേഷണം നടക്കുന്നു. അതിക്രൂരമായ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് കൊല്ലം നഗരത്തിൽ 9 മണി സമയത്ത് വലിയ തോതിൽ വാഹനങ്ങൾ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാതയിൽ വെച്ച് നടക്കുന്നത്. എന്തായാലും ഈ നിലവിൽ ഈ കാറിന്റെ തീയെല്ലാം തന്നെ ഫയർഫോഴ്സും മറ്റും നാട്ടുകാരും എല്ലാം ചേർന്ന് അണച്ചിട്ടുണ്ട്. ഇത് കാരണം മറ്റ് അപകടങ്ങളില്ല. പക്ഷേ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് അവിടെ കൂടിയിരുന്ന നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞത്. ഈ ചിന്താ ജെറോമൊക്കെ നമ്മളോട് സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവർ വലിയ ആശങ്ക പങ്കുവച്ചു. കാരണം കൊല്ലം പോലെ ഒരു സ്ഥലത്ത് ഈ പ്രാദേശികമായി പല ആക്രമണ വാർത്തകളും വന്നിട്ടുണ്ട്. അതിൽ പിന്നിലെല്ലാം പല കൗതുക കഥകളും അല്ലെങ്കിൽ അത്തരം ചെറിയ കാരണങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ നഗര ഹൃദയത്തിൽ ഇത്തരത്തിൽ താമസമുള്ള ആൾവാസമുള്ള പ്രദേശത്ത് വെച്ച് ഇങ്ങനെ സിനിമാ സ്റ്റൈലിൽ ഒരു കൊലപാതകം നടക്കുമ്പോൾ അതിൽ വലിയ ഞെട്ടൽ കൊല്ലംകാർക്കുണ്ട്, ആ നഗരവാസികൾക്കുണ്ട്. ചിന്താ ജെറോം ഉൾപ്പെടെയുള്ള ആളുകൾ ആ ആശങ്കയാണ് പങ്കുവച്ചത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പത്മകുമാറിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ചാണ് പോലീസ് ഇയാളിൽ നിന്ന് ചോദിച്ചറിയുന്നത്. പക്ഷേ ഇയാൾ പോലീസിനോട് സഹകരിക്കാത്ത ഒരു മനോഭാവം കാണിക്കുന്നു എന്നും നമുക്ക് ചില വിവരങ്ങളുണ്ട്. എന്തായാലും പോലീസ് ഇയാളുടെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഈ ഫോണിൽ നിന്ന് ഉൾപ്പെടെ കുറച്ചധികം വിവരങ്ങൾ ലഭിക്കാറുണ്ട്. കാരണം ഇയാൾ ആരോടെങ്കിലും ബന്ധപ്പെടാതെ ആരെങ്കിലും ഇയാൾക്ക് സഹായം ചെയ്യാതെ ഇത്തരത്തിലൊരു കൃത്യത്തിന് ഇറങ്ങാൻ സാധിക്കില്ല. ഒപ്പം തന്നെ പോലീസ് ഇയാളുടെ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. കാരണം ഏതെങ്കിലും തരത്തിലുള്ള അതിമാരക ലഹരി ഉപയോഗിച്ചാണോ ഇത്തരത്തിലൊരു കൃത്യത്തിന് ഈ പ്രതി പത്മകുമാർ ഇറങ്ങി തിരിച്ചെന്നൊരു സംശയവും പോലീസിനുണ്ട്. കാരണം അത്രമാത്രം അസ്വാഭാവികമായ ഒരു പ്രതികരണമാണ് ഇയാളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തന്നെ ഈ മണിക്കൂറുകളിൽ തന്നെ ഇയാളുടെ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും നിലവിൽ ഈ പ്രതിയെ ചോദ്യം ചെയ്യണം. ഈ ചോദ്യം ചെയ്യലായിരിക്കും ഈ ക്രൂര കൊലപാതകത്തിന്റെ മോട്ടീവ് എന്ന ഒരു കാര്യത്തിലേക്ക് പോലീസ് എത്തുക. അതിലൂടെ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരൂ എന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നു. ആദ്യഘട്ടത്തിൽ ആളുകളെല്ലാം തന്നെ വിചാരിച്ചത് ഒരു വാഹനാപകടമായിരിക്കും, അതിന് പിന്നാലെ മറ്റൊരു വാഹനം കത്തുന്നു എന്നൊരു വിശ്വാസമാണ് ആളുകൾക്കുണ്ടായത്. ആളുകൾ ഒരു അപകടം, ഒരു സ്വാഭാവിക അപകടം എന്ന ഒരു നിഗമനത്തിലെത്തി. പക്ഷെ പിന്നീടാണ് ഈ യുവതിയുടെ ശബ്ദം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് കേൾക്കുന്നതിന് പിന്നാലെയാണ് ഇതൊരു കൊലപാതകമാണോ എന്നൊരു സംശയം നാട്ടുകാർക്കുണ്ടായത്. ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചു. പോലീസ് ഉടൻ തന്നെ അടുത്തെത്തി. നമ്മൾ ആദ്യഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ പിന്നിലെത്തിയ ഒമിനി വാൻ ഈ ആൾട്ടോയിൽ ഇടിച്ചു കയറി എന്നാണ് ആളുകൾ, ഇടിച്ചു കയറുന്നത് കണ്ടു എന്നാണ് ആളുകൾ പറഞ്ഞത്. പ്രത്യക്ഷമായി നോക്കുമ്പോൾ ഒരു അപകടം, പക്ഷേ അപകടത്തിന് പിന്നിൽ വലിയ ആസൂത്രണം ഉണ്ടായിട്ടുണ്ട്. ആ അപകടം എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായി കൊലപാതകം നടത്താൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായ കൊലപാതകമാണ് നഗരഹൃദയത്തിൽ തന്നെ രാത്രി 9 മണിയോടെ വാഹനങ്ങളൊക്കെ പോകുന്നതിനിടയിൽ തിരക്കേറിയ റോഡിൽ ഉണ്ടായിരിക്കുന്നത്. പെട്രോൾ ഒഴിച്ച് ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ യുവതിയുടെ സുഹൃത്ത് സോണിക്കും ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. പൊള്ളലേറ്റ അയാൾ ചികിത്സയിലാണ് എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഭാര്യയോടുള്ള സംശയത്തെ തുടർന്നുള്ള കൊലപാതകം എന്ന വിലയിരുത്തലിലേക്കാണ് ഈ ഘട്ടത്തിലെത്തുന്നത്. പോലീസ് അത് സംബന്ധിച്ച് ഔദ്യോഗികമായൊരു പ്രതികരണം, ഈ കൊലപാതകത്തിൻ്റെ കാരണം എന്താണ് എന്നത് പ്രതിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഔദ്യോഗികമായി പ്രതികരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പെട്രോൾ ഒഴിച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. പ്രതി പത്മരാജനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതി പത്മരാജൻ്റെ ദൃശ്യങ്ങളാണ്
പ്രേക്ഷകർ കാണുന്നത്. യുവതിയെ കാറിൽ ചുട്ടുകൊല്ലുന്ന നിലയിലേക്ക് അതിക്രൂരമായ കൊലപാതകമാണ്, മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ്, ഞെട്ടിക്കുന്ന കൊലപാതകമാണ് നടു റോഡിൽ ഉണ്ടായിരിക്കുന്നത്. ഓൾട്ടോ കാറിലാണ് ഈ യുവതിയും സുഹൃത്തും സഞ്ചരിക്കുന്നത്. അതിന് പിന്നാലെ ഓമ്നിയിലെത്തി പത്മരാജൻ ഇവർക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. നടു റോഡിൽ കാർ തടഞ്ഞു നിർത്തിക്കൊണ്ട് ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ നാട്ടുകാരൊക്കെ കരുതിയത് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളോ മറ്റു കാരണങ്ങളോ തുടർന്ന് ഒരു വാഹനം കത്തുന്നു എന്നാണ് അവർ കരുതിയത്. പക്ഷേ പിന്നീടാണ് അതിൽ നിന്ന് ആളുകൾ ഇറങ്ങി ഓടുന്നതും നിലവിളിക്കുന്ന ശബ്ദവും നിലവിളിച്ചോടുന്ന ശബ്ദവുമൊക്കെ ഓടുന്നതുമൊക്കെ കാണുന്നത്. തുടർന്നാണ് ഇതിലൊരു സംശയം രൂപപ്പെടുന്നതും അവർ പോലീസിനെ വിവരമറിയിക്കുന്നതും പിന്നീട് ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തേക്ക് എത്തുന്നതും. AV ജയശങ്കർ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ജയശങ്കർ, ഈ പത്മരാജനെ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയാണോ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്? ജയശങ്കർ. ജയശങ്കറിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. കൊല്ലം ചെമ്മാമുക്കിൽ കാറിന് തീപിടിച്ച് യുവതി മരിച്ച സംഭവം കൊലപാതകമാണ് എന്ന വിവരം പുറത്തുവരുന്നു. നടുക്കുന്ന അതിക്രൂരമായ കൊലപാതകം എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊട്ടിയം തഴുത്തല സ്വദേശിനി അനിലയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഭർത്താവ് പത്മരാജൻ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. പത്മരാജനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ദൃശ്യത്തിൽ കാണുന്ന പത്മരാജനാണ് അതിക്രൂരമായ കൊലപാതകം നടത്തിയിരിക്കുന്നത്. തൻ്റെ ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് നടത്തിയ കൊലപാതകം എന്ന വിലയിരുത്തലിലേക്കാണ് ഈ ഘട്ടത്തിൽ പോകുന്നത്. അത് പോലീസാണ് സ്ഥിരീകരിക്കേണ്ടത്. ഈ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് സോണിക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ചില പ്രതികരണങ്ങൾ കൂടി ആ സംഭവ സ്ഥലത്ത് നിന്ന് നേരത്തെ ലഭ്യമായിരുന്നു. അതിലേക്ക് കൂടി. അവൾ തീർന്നട എന്നുള്ള മട്ടിൽ വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നു. ആ സ്ത്രീയാണെങ്കിൽ ഉടനെ ആ ഡോറ് തുറന്ന് അങ്ങ് മറിഞ്ഞ് വീഴുന്നു. തീ എത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് പറ്റുന്നില്ല. പിന്നെ ഒരു മനുഷ്യനും കൂടി ഉണ്ടായിരുന്നു. ആ മനുഷ്യനെ പിന്നെ ഞങ്ങൾ കണ്ടതുമില്ല. കാരണം നമ്മളിപ്പോൾ അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും ഇവരെ സംരക്ഷിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നേ ഉള്ളൂ.